എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിനും പാട്ട് ഒഴിച്ചിട്ടുള്ള വേറെ ഒന്നുമില്ല. വേറെ ഒരു ഇതിൽ പെട്ടി ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു ദിവസം മുഴുവനും അവിടെ ഇരിക്കും. എന്നെ വിളിച്ചിരുത്തുകയും ചെയ്യും, മൂപ്പര് ട്യൂൺ ചെയ്യലാണ് മെയിന്. അപ്പൊ പുള്ളി പാടിയ പാട്ട് വല്ല ഓർമ്മയുണ്ടോ? ഇവരെ ഹിറ്റ് പാട്ട് അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ഇതാണ് മൂപ്പരുടെ മാസ്റ്റർ പീസ്. ചാവക്കാട് റഹ്മാൻ എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ വളരെ ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ആബിദ റഹ്മാൻ എന്ന ഉമ്മ എന്നെ കാണാനെത്തിയപ്പോൾ നിങ്ങളോട് സംസാരിപ്പിച്ചതും ചില ചോദ്യങ്ങൾ ചോദിച്ചതും ഒക്കെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതല്ലി രക്തം ചീന്തിയ ബദരീങ്ങളെ എന്ന പാട്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇന്നും കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നതല്ല ആ പാട്ട് ചിട്ടപ്പെടുത്തിയതും രൂപപ്പെടുത്തിയതുമൊക്കെ ഈ ചാവക്കാട് റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണെന്ന്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു കാലത്ത് ഇഷ്ടം കൊണ്ട് മാത്രം, സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രിറ്റി പദവികളോ ഒന്നും കൊണ്ടല്ലാതെ ഒരു സംഗതിയോടുള്ള വളരെ ആത്മാർത്ഥമായ ഇഷ്ടം കൊണ്ട് അതിന് പിന്നാലെ പാഞ്ഞു നടന്ന കുറേ മനുഷ്യരുടെ ഒരു കാലം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. ഇന്നാണല്ലോ ഈ സെലിബ്രിറ്റി പദവികളും വിൽപ്പനയും കച്ചവടവും അതിൻ്റെ തർക്കങ്ങളും ഒക്കെയായി പലതും സംഭവിക്കുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഈ ചാവക്കാട് അബ്ദുൾ റഹ്മാൻ എന്നൊക്കെ പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നത്. നിങ്ങളിതേ ഈ പാട്ട് കേട്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ആയിരത്തി 1942 തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ഈ ചാവക്കാട് റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് കിടാവ് മാസ്റ്ററിൽ നിന്നാണ് സംഗീതമൊക്കെ അഭ്യസിക്കുന്നതും ആ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നതുമെല്ലാം. കോഴിക്കോടുള്ള ബിജാ മുസ്താദ് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് പാഠങ്ങൾ പഠിച്ച് തൻ്റെ മാന്ത്രിക വിരലുകൾ തബലയിൽ സംഗീത കീർത്തികൾ രചിക്കുന്ന അതിൻ്റെ ആദ്യ പഠന പ്രക്രിയ നടത്തിയത്. കാസർഗോഡ് കുമാർ ഉസ്താദ്, തൃശ്ശിനപ്പള്ളി നവാബ് ജാൻ എന്നീ വളരെ പ്രശസ്തരായ, അക്കാലത്ത് പ്രശസ്തിയുള്ള, ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ റീച്ച് അങ്ങനെയൊന്നുമില്ലല്ലോ, അവിടെ നിന്ന് പിന്നീട് തബലയും അതോടൊപ്പം തന്നെ ഹാർമോണിയവും ഒക്കെ പഠിച്ച് ഇത് രണ്ടും വായിക്കുന്ന ഒരു അപൂർവ പ്രതിഭാധനത്വം അദ്ദേഹം സ്വന്തമാക്കുകയായിരുന്നു. അന്ന് കേരളത്തിലുടനീളം ഈ ചാവക്കാട് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേള നടന്നു പോകുന്നതിനിടയിൽ ഏതാണ്ട് 1964 മുതൽ 72 വരെ വളരെ പ്രശസ്തമായ നമ്മുടെ തോപ്പിൽ ഭാസിയെപ്പോലെയുള്ള പ്രതിഭാധനന്മാർ ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന KPAC, കായംകുളം KPAC പീപ്പിൾ എന്നീ ട്രൂപ്പുകളിൽ ഗായകനും തബലിസ്റ്റുമൊക്കെയായി കുറേ കാലം അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഈ ഗൾഫ് പ്രോഗ്രാമുകൾ, ഗാനമേള പരിപാടികൾ ഒക്കെയായിരുന്നു ധാരാളമായി ഉണ്ടായിരുന്നത്. ഏതാണ്ട് ആ സമയത്താണ് ബാബുരാജ് എന്ന് പറയുന്ന വളരെ അതുല്യനായ പ്രതിഭയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ചില പ്രായോഗിക പാഠങ്ങൾ ചാവക്കാട് റഹ്മാൻ സ്വന്തമാക്കുന്നത്, പഠിക്കുന്നത്. 1976 RMC ഓർക്കസ്ട്ര എന്ന പേരിൽ ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടാക്കുകയും 79 മദ്രാസ് ഇൻ്റർകോ കമ്പനിയിൽ ആദ്യ ഗ്രാമഫോൺ സ്വന്തമാക്കുകയും ഒക്കെ ചെയ്ത് ആ മേഖലയിൽ തന്നെ അങ്ങ് ജീവിക്കുകയായിരുന്നു അദ്ദേഹം. 1000-ൽ പരം ഹിന്ദു മുസ്ലിം ഭക്തിഗാനങ്ങൾ, നാടകഗാനങ്ങൾ, ക്രിസ്തീയ ഗാനങ്ങൾ, ഓണപ്പാട്ടുകൾ അടക്കം നിരവധി ഗാനങ്ങൾ രചിക്കുകയും ആലപിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹം മരണപ്പെടുന്നത് 2004 ജൂൺ 8-നാണ്. എന്നുവെച്ചാൽ ഏതാണ്ട് ഒരു 23 വർഷങ്ങൾക്ക് മുൻപ്
മാത്രമാണ്. 2000-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ ഓർക്കാനോ അല്ലെങ്കിൽ അവരെയൊക്കെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നതിനോ ഒന്നുമുള്ള ഒരു സംവിധാനമോ സംഗതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനെന്നാ ഉമ്മയെ കണ്ടപ്പോൾ ഉമ്മ ആ പ്രായത്തിലും അതിനോടുള്ള വല്ലാത്തൊരിഷ്ടം കൊണ്ട് വളരെ സന്തോഷത്തോടെ പാടുന്നത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, പെരുന്നാളുമായി നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ ഒരു മനോഹരമായ ഒരു പാട്ട് പാടി അയക്കാൻ കഴിയുമോ എന്ന്. അങ്ങനെ ഉമ്മയും സമീത റഹ്മാനും കൂടി ചേർന്ന് ഒരു പാട്ട് പാടി ഈ ദിവസത്തിൻ്റെ സന്തോഷത്തിനായി അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കേൾക്കാം. 1984-85 തന്നെ പുറത്തിറങ്ങിയ സ്വർണ്ണക്കൊലുസ് എന്ന മറ്റൊരു കാസറ്റിൽ ചാവക്കാട് റഹ്മാനും ആബിദ റഹ്മാനും കൂടി പാടിയ മറ്റൊരു മനോഹരമായൊരു ഗാനം. ഒരു നാളിൽ ഒരു മലക്ക് ഇബ്രാഹിം നബി വീട്ടിൽ ഇറയോന്റെ കൽപ്പനയും കൊണ്ടുവന്നേ. അവിടെ നബിയാരെ കാണാതെ കാത്തിരുന്നേ. ഒരു നാളിൽ ഒരു മലക്ക് ഇബ്രാഹിം നബി വീട്ടിൽ ഇറയോന്റെ കൽപ്പനയും കൊണ്ടുവന്നേ. അവിടെ നബിയാരെ കാണാതെ കാത്തിരുന്നേ. ഇബ്രാഹിം നബി അപ്പോൾ എവിടെന്നോ ഉടനെത്തി. മുറിക്കുള്ളിൽ കാത്തിരിക്കും ദൂതരെ കണ്ടു. ഉടനെ നബിയുള്ള മലക്കോരെ പിടിക്കാനേ. മലക്കപ്പോൾ മധുവൂറും സ്വരത്താലെ സലാം ചൊല്ലി. മലക്കപ്പോൾ മധുവൂറും സ്വരത്താലെ സലാം ചൊല്ലി. നബിയാരെ തടഞ്ഞിട്ട് മൊഴിഞ്ഞുവല്ലോ നബിയെ. റബ്ബിന്റെ കൽപ്പനയാൽ വന്നു ഞാനേ. നബിയുള്ള മലക്കോട് മറു ചോദ്യം തൊടുത്തല്ലോ. ഇറയോന്റെ ദൂതരുടെ നാമമെന്തെന്ന്. ഉടനെ മലക്ക് സിറായിലെന്ന് മൊഴിഞ്ഞു ദൂതർ. നബിയപ്പോൾ മലക്കിന്റെ അരികത്തെ കണഞ്ഞിട്ട്. നബിയപ്പോൾ മലക്കിന്റെ അരികത്തെ കണഞ്ഞിട്ട് നാഥന്റെ കൽപ്പനയെ അറിയുകയായി ദൂതർ. ഖലീലുള്ള പദവിയെ അണിയിച്ചല്ലോ. 1984-85 പുറത്തിറങ്ങിയ ഒഹി എന്ന കാസറ്റിൽ ചാവക്കാട് റഹ്മാൻ എൻ്റെ ഒപ്പ സംഗീതം ചെയ്ത് ആലപിച്ച ഒരു ബലിപെരുന്നാൾ ഗാനമാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അഗ്നികുണ്ഡത്തിലെറിയപ്പെട്ട പരീക്ഷയിലും സ്വന്തം സുതന്റെ ഗണച്ഛേദം ചെയ്യും പരീക്ഷയിലും വിജയശ്രീലാളിതരാ നബി ഇബ്രാഹിം അലൈഹിസ്സലാം അലൈഹിസ്സലാം. ഖലീലുള്ള ഇബ്രാഹിം നബി തന്റെ ജീവിത ആരാമത്തിൽ വിടർന്ന സൂനമാണ് ഇസ്മായിൽ. ഖലീലുള്ള ഇബ്രാഹിം നബി തന്റെ ജീവിത ആരാമത്തിൽ വിടർന്ന സൂനമാണ് ഇസ്മായിൽ. ആ പിഞ്ചാമനയെ കഴുത്തറുക്കാൻ. ആ പിഞ്ചാമനയെ കഴുത്തറുക്കാൻ ആജ്ഞാപിക്കുന്നിലാഹ് ബലിയർപ്പിക്കാൻ. മകൻ തന്റെ കണ്ഠനാളം മുറിക്കുവാനായുധമേന്തിയ പിതാവിനെ തടഞ്ഞു കൊണ്ടിലാഹിൽ നിന്നും ഉത്തരവായൊരു മൃഗത്തെ ബദിലറുക്കാൻ. ഇക്കഥ സ്മൃതി പദം തന്നിലിന്നാണ്ടു തോറും
ഹജ്ജ് മാസ പിറവി വന്നാൽ ഉദിച്ചിടുന്നു ലോക മുസൽമാന്റെ ജിഹ്വയിൽ തക്ബീർ ഉയർന്നിടുന്നു. ലോക മുസൽമാന്റെ ജിഹ്വയിൽ തക്ബീർ ഉയർന്നിടുന്നു. ലോക മുസൽമാന്റെ ജിഹ്വയിൽ തക്ബീർ ഉയർന്നിടുന്നു.